എവിടെ പോവാ? എവിടെ പോവാ? മൂന്നാർ പോവാണോ? പോവോ? ഒരു മണ്ണ എത്തിച്ചേക്ക്, ഒരു മണ്ണി താത്തു മൂന്നാർ പാം പോയപ്പാം. ആ, പ്രത്യേകിച്ച് ഓട്ടങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പം ഒരു ദിവസം പെട്ടെന്നുണ്ടായ ഒരു പ്ലാനായിരുന്നു മൂന്നാർ വരെ പോകാമെന്ന്. അപ്പം ഞാനും ശിവാനാമോളും ചാച്ചിക്കോട്ടും കൂടെ നേരെ ഒരു ദിവസം റെഡിയായിട്ട് വണ്ടി എടുത്തുകൊണ്ട് മൂന്നാർക്ക് വെച്ച് പിടിച്ചു. അപ്പം ഞങ്ങൾ പോകുന്നത് നേരെ കുട്ടിക്കാനം വഴിയായിരുന്നു. അപ്പം ചാച്ചിക്കോട്ടൻ്റെ വികൃതി വണ്ടിക്കകത്തിരിക്കുമ്പോൾ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. എരുമേലിയൊക്കെ ആയപ്പോഴത്തേന് ആൾ ഉറങ്ങിപ്പോയി. അവിടെ നേരെ മുണ്ടക്കയം വഴി വളഞ്ഞങ്ങാനം വഴി കുട്ടിക്കാനം കയറിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഉച്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പടിച്ചു. നേരെ ടോപ്പ് ആൻഡ് ഡൗൺ റെസ്റ്റോറൻറ്റ് കുട്ടിക്കാനത്ത് കയറി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കട്ടപ്പന വഴിയാണ് മൂന്നാർ പോകാൻ പ്ലാനിട്ട് വന്നത്. നല്ല റോഡും നല്ല കാഴ്ചകളും ഉള്ളതുകൊണ്ടാണ് ആ വഴി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ അഞ്ചുരുളി ടണലിലൊന്ന് കയറി. പണ്ട് ഞാൻ പൊളാരസം കൊണ്ട് വന്ന പോലെ ആൽബാട വണ്ടിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടണലിനകത്ത് കയറി ടണലൊക്കെ കണ്ടു. അവിടുത്തെ ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ചാച്ചിക്കുട്ടൻ ഒഴുക്കുള്ളൊരു വെള്ളത്തിൽ കാല് കുത്തി. അവന് തണുപ്പ് കാരണം കാല് പൊക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കയറി നേരെ ഒരു ഊഞ്ഞാലിലൊക്കെ ആടിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കട്ടപ്പനയിൽ വന്ന് മൂന്നാർ ലൊക്കേഷൻ ഇട്ട് നോക്കിയപ്പം 2-3 വഴികൾ കാണിച്ചു. അതിൽ എളുപ്പമുള്ള വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ ചെറിയ വഴികളിലൂടെ വരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ആനച്ചാൽ വന്നിറങ്ങി. അവിടെ വന്നിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഒരു പള്ളിയും, ഒരു മുസ്ലിം പള്ളിയും ഒരു ക്രിസ്ത്യൻ പള്ളിയും ഒരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് നിൽക്കുന്നത് നല്ല സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച. ഈ വഴി നേരെ ചെന്ന് കയറുന്നത് 2-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. 2-ാം മൈൽ വ്യൂ പോയിന്റ്. അവിടെ ഒരു ചായക്കടയിൽ കയറി 5 മണി ആയതുകൊണ്ട് ഒരു ചായയും കുടിച്ചു, സ്നാക്സും കഴിച്ചു. ചാച്ചിക്കോട്ടൻ്റെ കൃതികൾ കുറേ നേരം ഞങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മേളിലാണ് മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് വണ്ടികൾ എപ്പോഴും നിർത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ വ്യൂ പോയിന്റ് ചെന്നപ്പോൾ ചെറിയ തണുപ്പുണ്ടായിരുന്നു, കോട കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വണ്ടി ഒതുക്കി ഞങ്ങൾ കുറേ നേരം നിന്നു. പിന്നെ ഞങ്ങൾ കയറി പോയപ്പോഴത്തേനും ഇച്ചിരി ഇരുട്ടിയായിരുന്നു. അങ്ങനെ നേരെ പോയി മൂന്നാർ ടൗണിന് തൊട്ടിപ്പുറയുള്ള എല്ലാം കൊണ്ടും സേഫ്റ്റിയും കാര്യങ്ങളും നോക്കിക്കൊണ്ട് നല്ലൊരു റൂം എടുത്തു. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ബാഗ് എല്ലാം കൊണ്ട് റൂമിൽ വെച്ചിട്ട് നേരെ പോയി നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ട്. മൂന്നാർ ടൗണിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തേനിക്ക് പോകുന്ന വഴിയാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ. ആളൊരാൾക്ക് 100 രൂപയാണ് അവിടെ കയറുന്നതിന്. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ സന്ധ്യ ആയതുകൊണ്ട് പോയതുകൊണ്ട് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ ഒരു താഴോട്ട് ഇറങ്ങി പോയിട്ട് തിരിച്ച് കറങ്ങി വേണം നമ്മൾ തിരിച്ച് മേളിൽ കയറി വരാൻ. അങ്ങനെ ഞാനും ചാച്ചിക്കൂട്ടനും ശിവാനാമ്പോളും കൂടെ ഇതിൽ ഇങ്ങനെ നടന്നു. അങ്ങനെ മേലോട്ട് കയറി ചെന്നപ്പോൾ ഇതുപോലെ ഒരു ഫോട്ടോ ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇതുപോലൊരു DJ ഫ്ലോറൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചെറിയ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഗ്യാപ്പ് റോഡിൽ പോയി. ഗ്യാപ്പ് റോഡിൽ പോയത് എന്തിനാണെന്ന് വെച്ചാൽ രാത്രിയിലെ അവിടുത്തെ ദൃശ്യം കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ അതൊന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നേരെ ഞങ്ങൾ റൂം ലക്ഷ്യമാക്കി പോയി. പോകുന്ന വഴിക്ക് SN റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡും കഴിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.